മാത്രമല്ല സൗദി അറേബ്യ അടക്കം മുസ്ലിം ബ്രദർഹുഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും നിരോധിച്ചിട്ടുള്ളതാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട മുസ്ലിം രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള സൗദി അറേബ്യയും മറ്റെല്ലാ ജനാധിപത്യ രാജ്യങ്ങളും, ജർമ്മനി ആവട്ടെ, ബ്രിട്ടൻ ആവട്ടെ, അമേരിക്ക ആവട്ടെ, ഈവൻ ചൈനയിൽ പോലും മുസ്ലിം ബ്രദർഹുഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അനുമതിയുമില്ല. ആ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ലോകം മുഴുവൻ ഭീകരവാദ സംഘടനയായി അംഗീകരിച്ചിട്ടുള്ള ഐക്യരാഷ്ട്രസഭ പോലും ഭീകരവാദത്തിനെതിരായിട്ടുള്ള ആഗോള ചേരിയിൽ ശക്തമായി എതിർക്കുന്ന മുസ്ലിം ബ്രദർഹുഡിൻ്റെ സ്ഥാപകന് കേരളത്തിൽ എന്താണ് കാര്യം? മുസ്ലിം ബ്രദർഹുഡിൻ്റെ സ്ഥാപകന്റെ ചിത്രം എന്തിനാണ് കേരളത്തിൽ ഒരു പ്രതിഷേധത്തിൽ പ്രദർശിപ്പിക്കുന്നത്? രണ്ടാമത്തെ ചിത്രം അവിടെ ഉയർത്തിപ്പിടിച്ചത് ഹമാസിന്റെ തലവൻ്റെതാണ്. ഹമാസ് തലവന്റെ ചിത്രം എന്തിനാണ് കേരളത്തിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിന് ഉപയോഗിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് വഖഫ് നിയമ ഭേദഗതിക്കെതിരായി സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രം അവർക്ക് ഉപയോഗിക്കാമല്ലോ, പ്രിയങ്ക ഗാന്ധിയുടെ ചിത്രം അവർക്ക് ഉപയോഗിക്കാമല്ലോ. ഇനി എന്തിന് ഒവൈസിയുടെ ചിത്രമാണ് ഉപയോഗിച്ചതെങ്കിൽ പോലും അതിൽ ഒരു തെറ്റ് പറയാനാവില്ല. പക്ഷെ എന്തിനാണ് ബ്രദർഹുഡിന്റെ തലവന്റെ ചിത്രം കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ചത്? എന്തിനാണ് ഹമാസ് തലവന്റെ ചിത്രം ഇവിടെ ഉപയോഗിക്കുന്നത്? ഇതിന് ഉത്തരം പറയേണ്ടത് സോളിഡാരിറ്റി അല്ല, ജമാഅത്തെ ഇസ്ലാമി അല്ല, പോപ്പുലർ ഫ്രണ്ട് അല്ല. ഇതിന് ഉത്തരം പറയേണ്ടത് ഇത്തരം ശക്തികൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കുന്ന സംസ്ഥാന ഗവൺമെന്റും അവരെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന മുസ്ലിം ലീഗുമാണ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ UDF-ഉം കോൺഗ്രസും ലീഗുമെല്ലാം. ഇത് ആദ്യത്തെ സംഭവമല്ല. കേരളത്തിൽ മുസ്ലിം സംഘടനകൾ നടത്തിയ ഒരു വെർച്വൽ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹമാസിന്റെ ഇപ്പോഴത്തെ തലവൻ സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിൽ നടക്കുന്ന എല്ലാ പ്രതിഷേധങ്ങളിലും, അത് CAയുടെ പേരിലുള്ളതായാലും മറ്റ് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളിലും എന്തിനാണ് ബ്രദർഹുഡിന്റെ തലവനും ഹമാസിന്റെ തലവനുമൊക്കെ രംഗത്ത് വരുന്നത്? അവരുടെ ആശയങ്ങൾ എന്തിനാണ് പ്രചരിപ്പിക്കുന്നത്? അവരുടെ ചിത്രങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കേരളവുമായിട്ടോ ഈ രാജ്യവുമായിട്ടോ അവർക്ക് എന്ത് ബന്ധമാണുള്ളത്? ഈ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധത്തിൽ എന്തിനാണ് അവരുടെ പ്രതീകങ്ങളെ ഉപയോഗിക്കുന്നത്? വളരെ ആശങ്കാജനകമാണ് സംസ്ഥാനത്തെ സാഹചര്യം. PFI നിരോധനമടക്കം കേന്ദ്ര സർക്കാർ ഭീകരവാദ സംഘടനകൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോഴും കേരളത്തിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള അവകാശം ലഭിക്കുന്നു. കേരളത്തിൽ അവർക്ക് നിർബാധം സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യമാണ് നാട്ടിലെ ജനങ്ങളെ വേവലാതിപ്പെടുത്തുന്നത്. ഇത്തരക്കാനുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ, ഒരു പൊളിറ്റിക്കൽ ഇക്കോസിസ്റ്റം സംസ്ഥാനത്തുണ്ട്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ല. ഇപ്പോൾ ജമ്മു കാശ്മീരിലടക്കം ബ്രദർഹുഡിന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും മുസ്ലിം ബ്രദർഹുഡിനെയും ഹമാസിനെയും മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ഉദ്ഘോഷണങ്ങൾ നടക്കുന്നില്ല. കേരളത്തിൽ മാത്രമാണ് അത് നടക്കുന്നത്. കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഇവിടുത്തെ ഇക്കോസിസ്റ്റം അതിന് സഹായകരമായ രാഷ്ട്രീയമാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. വോട്ട് ബാങ്കിന് വേണ്ടി ഇത്തരം മതഭീകരവാദികളെ ഇടതുമുന്നണിയും വലതുമുന്നണിയും അകമഴിഞ്ഞ് പിന്തുണയ്ക്കുകയാണ്. അപായകരമായ രീതിയിലേക്ക് നമ്മുടെ നാടിനെ LDF-ഉം UDF-ഉം കൊണ്ടെത്തിക്കുകയാണ്.